ഹായ് ഓൾ വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂ സോൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള പോസ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക്കൽ പറയാം. കാറ്റഗറി നമ്പർ 12/2025 അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് റിക്രൂട്ട്മെന്റ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത്. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ലൈൻമാൻ. ഓക്കെ, ഗുരുവായൂർ ദേവസ്വം 26,500 തൊട്ട് 60,700 വരെയാണ് പേ സ്കെയിൽ വന്നിട്ടുള്ളത്. യോഗ്യത എന്ന് പറഞ്ഞാൽ SLC, THSLC അല്ലെങ്കിൽ തത്തുല്യം, വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള NTC സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. IT ആണ് ക്വാളിഫിക്കേഷൻ. പക്ഷേ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും ഒക്കെ അപ്ലാണ്ടി പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ 16 ഒഴിവാണ് നിലവിലുള്ളത് കേട്ടോ. 16 ഒഴിവ് ഇപ്പം നിലവിലുണ്ട്. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ലൈൻമാൻ. ഏജ് ലിമിറ്റ് പറഞ്ഞുള്ളത് 20 തൊട്ട് 36 വയസ്സ് വരെയാണ് കേട്ടോ. 20 തൊട്ട് 36 വയസ്സ് ഏജ് ലിമിറ്റ്. എക്സാം ഫീ 400 രൂപയാണ്. SC ST OBC കാൻഡിഡേറ്റ്സിന് SC ST കാൻഡിഡേറ്റ്സിന് 200, OBC EWS ജനറലൊക്കെ 400 രൂപയാണ് എക്സാം ഫീസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഏപ്രിൽ 28 അർദ്ധരാത്രി 12 മണി വരെയാണ് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്ക് www.kdrb.kerala.gov.in കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേരള PSC പോലെ അതിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലോ എന്നില്ലാരും അതിൽ ചെക്ക് ചെയ്യാൻ മനസ്സിലാകുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഉള്ള നോട്ടിഫിക്കേഷൻ, അസിസ്റ്റന്റ് ലൈൻമാൻ. ഇനി അടുത്ത നമ്മൾ സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആണ് പറയുന്നത്. സിവിലുകാർക്ക് 22/2025 കാറ്റഗറി നമ്പർ. തസ്തികയുടെ പേര് വർക്ക് സൂപ്രണ്ട്. ഓക്കെ, ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് തന്നെയാണ്. ശമ്പള സ്കെയിൽ വന്നുള്ളത് 26,500 തൊട്ടിട്ട് 60,700 വരെയാണ് സ്കെയിൽ വന്നേക്കുന്നത്. ക്വാളിഫിക്കേഷൻ കേരള സർക്കാർ അംഗീകരിച്ച സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഇപ്പം 10 ഒഴിവാണ് നിലവിലുള്ളത് കേട്ടോ. 10 ഒഴിവുകളാണ് ഇപ്പൊ നിലവിലുള്ളത്. നേരിട്ടുള്ള നിയമം തന്നെയാണ്. 20 തൊട്ട് 36 വയസ്സിലാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അപ്ലിക്കേഷൻ ഫീ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 500. ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 500, SC STക്ക് 280 അവിടെ അപ്ലിക്കേഷൻ ഫീ വന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ KDRBയുടെ സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഏപ്രിൽ 28 അർദ്ധരാത്രി 12 മണി വരെയാണ് ഉള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലംബർ 8/2025 കാറ്റഗറി നമ്പർ. പ്ലംബർ അത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് തന്നെയാണ്. 25,100 87,900 വരെയാണ് സ്കെയിൽ ഓഫ് പേ. SLC അല്ലെങ്കിൽ തത്തുല്യം പ്ലസ് ITC പ്ലംബർ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. അപ്പൊ അവിടെ മെക്കാനിക്കൽ ആർ കൂടി അപ്ലൈ ചെയ്യേണ്ടി പറ്റാണ്ടാണ്. ഓക്കെ, നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, അത് 6 ഒഴിവാണ് ഇവിടെയുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ KDRBയുടെ സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കാം. 18 തൊട്ട് 36 വയസ്സ് ഏജ് ലിമിറ്റ്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 300 രൂപ, SC STക്ക് 150 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ 28 ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അപ്പോ നമ്മൾ അതിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും വൺ ടൈം രജിസ്ട്രേഷൻ. അപ്പൊ വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആരും ചോദിക്കുന്നുണ്ടാവും. അത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ എന്താ അതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് വന്നത് 28/4/2025 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനിയും കുറെ നോട്ടിഫിക്കേഷൻസ് ഇറങ്ങാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബാക്കിയുള്ള ദേവസ്വം ബോർഡിലേക്ക് കൂടി. ഓക്കെ, ഇനി നമുക്ക് ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.